അടുത്ത മാസം ഫെബ്രുവരി 19-നാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത്. ഈ മാസം 12-ാം തീയതിക്ക് മുന്നേ സ്ക്വാഡിനെ പ്രഖ്യാപിക്കണം. ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം എത്തിയിരിക്കുകയാണ്. സഞ്ജുവിനെ ഗംഭീർ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിലാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സഞ്ജുവിനെ വിളിക്കുമെന്ന് ആരാധകർ സംശയത്തിലായിരുന്നു. എന്നാൽ സഞ്ജു ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകുമ്പോൾ 2 കീപ്പർമാരെ സ്ക്വാഡിൽ ആവശ്യമുണ്ട്. ഒരു കീപ്പറായിട്ട് ഋഷഭ് പന്തും രണ്ടാമത്തെ കീപ്പറായിട്ട് സഞ്ജുവും ടീമിൽ ഇടം പിടിക്കും. ഇനി സഞ്ജുവിനെ കീപ്പർ സ്ഥാനത്ത് പരിഗണിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനത്ത് സഞ്ജുവിനെ പരിഗണിക്കുന്നുണ്ട്. രോഹിത്തും ഗില്ലുമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഓപ്പണേഴ്സ്. ബാക്കപ്പ് ഓപ്പണറായിട്ട് സഞ്ജു ടീമിലുണ്ടായിരിക്കും. ഇനി വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, ജഡേജ ഇവരും സ്ക്വാഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ബൗളേഴ്സായിട്ട് സിറാജ്, ഷമി, അർഷ്ദീപ് സിംഗ്, ബുംറ, നിതീഷ് റെഡ്ഡി, അക്സർ പട്ടേൽ ഇവരും ടീമിൽ ഇടം പിടിക്കും. ഓൾറൗണ്ടേഴ്സായിട്ട് വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും ടീമിലുണ്ട്. അതുപോലെ ശ്രേയസും ജയ്സ്വാളും ബാക്കപ്പ് താരങ്ങളായിരിക്കും. ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് നേടേണ്ടതുണ്ട്. പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയം വഹിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കളികൾ ദുബായിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. മികച്ചൊരു ടീമിനെയാണ് BCCI ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രോഹിത് ശർമ്മയും കോഹ്ലിയും ടീമിലുണ്ട്. അതാണ് ഇന്ത്യക്ക് ആകെയുള്ള ആശ്വാസം. പക്ഷേ ടെസ്റ്റ് ടീമിൽ 2 പേരും ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ആരാധകർ വിഷമത്തിലാണ്. സഞ്ജു സ്ക്വാഡിൽ ഇടം പിടിച്ചതിൽ മലയാളി ആരാധകർ ആവേശത്തിലാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത സഞ്ജുവിന്റെ അംഗം ചാമ്പ്യൻസ് ട്രോഫിയിലായിരിക്കും. ഇനി സഞ്ജുവിനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.